ജീവിച്ചിരിക്കുമ്പോ അവരെ കൂടെ പോയി ജീവിച്ചിരുന്ന 2 മാസം കഴിയുമ്പോൾ ഞാനും എന്റെ കൊച്ചുങ്ങളും ചാവേണ്ടി വരും. അത്രയും ക്രിമിനൽ സ്വഭാവങ്ങളുണ്ട്. ഇപ്പം പറയുന്നല്ല പിന്നീട് സമയത്ത് പറയുന്നത്. അവരങ്ങനെ പറയുന്നത്. കല്യാണം കഴിച്ചിട്ട് അവർ പറഞ്ഞ എന്റെ വീട്ടിനകത്ത് പെണ്ണുങ്ങളെ നിറച്ചുകൊണ്ട് അത് കണ്ടിട്ടാണ് എന്നെ വന്ന് കെട്ടിയത്. പ്രസവത്തിന് തെണ്ണം വന്നപ്പോഴത്തേക്ക് ആശുപത്രി കൊണ്ടുപോകാൻ ചീട്ട് കളിക്കാനാണ് പോയിരുന്നത്. പിറ്റന്നാണ് വന്നത്. മോനെ പേറ്റിന് പോയപ്പോഴത്തേക്കും രാത്രി പ്രസവ ലേബർ റൂമിൽ കിടന്നപ്പോൾ വന്ന് കണ്ടുമ്പച്ച് അങ്ങ് പോവുകയും ചെയ്ത്. ആളിനെ പിന്നെ നമുക്കെന്തോ തിനി നമുക്ക് ആവശ്യമില്ല, അന്നേ കളയണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് എന്റെ മോളെ പ്രസവിച്ച് കിടന്നിട്ട് 40-45 ദിവസം വരെ ചെലവിന് നിന്നില്ല. അവര് എന്റെ അടുത്ത് അടിയും കൂടി വേറെ വീട്ടിൽ പോയി കള്ളം കുടിച്ച് ചീട്ടും പിടിച്ച് കിടന്നു. ചീട്ടും കളിച്ചാണ് കിടന്നത്. എന്റെ മരിച്ചുപോയ കുഞ്ഞമ്മ കടയിൽ പോകുമായിരുന്നു. അപ്പോഴ് ചായക്കടയിൽ ജോലിക്ക് പോകുമായിരുന്നു. ആ കുഞ്ഞമ്മ വരുമ്പോഴത്തേക്ക് തീരെ മന്ദിരം ഏത്തപ്പഴോ മുട്ടയോ ആ കുഞ്ഞമ്മ മേടിച്ചോണ്ട് വരും. അമ്മയാണ് പാരയില മേടിച്ചു വന്ന്. അപ്പോഴാ 45 ദിവസം ചെലവ്. ആ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറെ അടങ്ങി പിന്നെ കുറച്ച് ചെലവിന് വന്നത്. അങ്ങനത്തെ സ്വഭാവമുള്ളതാണ്. എന്നിട്ട് പറയും നീ ചത്തില്ലല്ലേ എന്നാണ് നീ പറയുന്നത്. നീ പ്രസവത്തോട് ചാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിനക്ക് പോയി ചത്തൂടെ എന്നാ ചോദിക്കുന്നത്. ഏത് സമയം പറയുന്നത് അങ്ങനെയാണ്. ചത്തില്ലെങ്കിൽ ഞാൻ മേടിച്ചു തരാം, വിഷം നീ കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെയുള്ള ആളിൻ്റെ എന്തിനാ നമ്മൾ പറഞ്ഞു വിടുന്നത്? ഇതെല്ലാം മനസ്സിനകത്ത് ഇരിക്കുകയാണ് ഞങ്ങളെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്തോ? മദ്യം അടിച്ചതിന്റെ പുറത്താണോ അതോ എന്തോ ഇതിന്റെ പുറവിൽ നടക്കുന്ന സംഗതികൾ ഇവര് തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാര്യം അവര് എപ്പോഴും എന്നെ സംശയമാണ്. ഈ പ്രായ വ്യത്യാസം കൂടെ ഉണ്ട്. പ്രായ വ്യത്യാസം ഉണ്ട്. മാം മിക്സിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ? അപ്പോഴേ അവര് പറയുന്നത് ഞാൻ ആരോടെ ഒളിച്ചോടി പോയെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനുശേഷം ഈ പ്രശ്നങ്ങൾ കൂടുതലും വന്നത്. പിന്നും അതുമല്ല അവര് ഏത് സമയം എനിക്ക് എന്റെ മക്കൾക്ക് അസുഖങ്ങളായി ആശുപത്രി കൊണ്ടുപോയാലും പറഞ്ഞ് ഞാൻ കണ്ട ആണുങ്ങളെ വർക്കെ പോകണം. അതാ പറയുന്നത് മാഡം. എപ്പോഴും പറയുന്നത് എന്റെ കൊച്ചുങ്ങൾക്ക് അസുഖം ആകുമ്പോഴത്തേക്ക് വർക്കല ഗവൺമെന്റ് ആശുപത്രിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പറയുന്നത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് കണ്ട ആണുങ്ങളെ വർക്ക് കിടക്കുന്നതിന് സംശയരോഗമാണ് മെയിൻ. എന്നിട്ട് കൂടെ ജീവിച്ചിട്ട് അവർ എന്റെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നു. എന്നിട്ട് കൂടെ ജീവിച്ചിട്ട് എന്റെ ചേട്ടത്തിന്റെ ഭർത്താവിനെ സംശയിച്ചതാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പറഞ്ഞ് എന്നെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാണ് ചേട്ടനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനു മേഡം ഇവരെന്തിനും എന്നെ പിന്നെ അന്വേഷിച്ചത്? അപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പൊക്കൂടായിരുന്ന ഞാൻ സുഖമായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കൂലായിരുന്നു. എൻ്റെ തള്ള ആരൊക്കെങ്കിലും പിടിച്ചു കൊടുക്കൂലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരറിഞ്ഞാണ് ഞാൻ എൻ്റെ ചേട്ടത്തിന്റെ ഭർത്താവിൻ്റെ കൂടെയാണ് കിടക്കുന്നതെന്ന്. അവർ പറഞ്ഞില്ലെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ ഇവളായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ എന്തിനു ഒളിഞ്ഞു വരുന്നത്? ഒരു തവണ 2 തവണ ഒരു വീട്ടിൽ സംസാരിക്കുമ്പോഴത്തേക്ക് അവര് കേട്ട് കുറെയൊക്കെ ക്ഷമിച്ചിരിക്കും. അപ്പൊ എത്രയൊക്കെ ആയാലും അവര് എന്നെ അനിയത്തിയെ പോലെയാണ് അവര് കണ്ടിട്ടുള്ളത്. അപ്പൊ അവര് കൂടുതൽ പ്രശ്നങ്ങളാകുമ്പോഴത്തേക്ക് അവര് വന്ന് ചോദിക്കട്ടെ നീ മാറി, നീ എനിക്കും ഉണ്ട് ഭാര്യയും മക്കളും, നീ എനിക്ക് മാത്രമല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് കുറ്റമാണ്. അപ്പോഴെന്നെ കൂട്ടി വായിക്കും. അവളെ ഭർത്താവ് ഞാൻ കല്യാണം കഴിച്ച് പാനൊന്നുമില്ല. അവരോടെ കുടുംബം ചെന്നിട്ടുണ്ട്, ഇടയ്ക്ക് പോയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ചോദിക്കും. നേരത്തെ അങ്ങനെ ഒരു കേസല്ലേ പറഞ്ഞത്? അവര് തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറിയതിന് ചെല്ലുന്നല്ലേ ചോദിച്ചത്? അവരുടെ ടി വി അടിച്ചു പൊട്ടിക്കും. കൊച്ചിന് അപ്പോഴത്തേക്ക് ടി വി അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ മേടിച്ചു വെച്ചിട്ടില്ല. എൻ്റെ അനിയത്തി മേടിച്ചു വെച്ചിട്ട് സാധനങ്ങൾ എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കുടുംബ വീട്ടിനകത്ത്. അപ്പം അത് നിനക്ക് അടിച്ചു പൊട്ടിക്കുക ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് അവ ഓടിക്കൊണ്ട് വരെ എന്നെ അടിക്കുക. എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ വഷളാകുമ്പോൾ അമ്മ പറയടാ നീ സംസാരിക്കരുത്, നീ നടങ്ങെന്ന് പറഞ്ഞു കൊച്ചെ. അപ്പോഴത്തേക്ക് അമ്മ അടിക്കാൻ കയറും. അവരെ തള്ളേന്ന് ഇങ്ങനെ സംസാരിച്ചെന്ന് വെച്ചോ അപ്പൊ അവരെ അടിക്കാൻ കയറുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വാക്ക് ഉപയോഗിച്ച് ആരാലും അടിക്കും സാറേ. അവരെ തള്ള മരിക്കും മുമ്പ് അവർ ഗൾഫിൽ പോകും മുമ്പ് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അവരെന്നെ പറഞ്ഞതിന്റെ അടുത്ത് ഗൾഫിൽ പോകും മുമ്പ് അമ്മ വഴക്ക് കൂടി പോയപ്പോഴത്തേക്ക് പറഞ്ഞതാണ്, തള്ളേരുടെ കൂടെ പറഞ്ഞതാണ്, അവരെ സ്വന്തം തള്ളേരോ നിങ്ങൾ മരിച്ചല്ല ഞാൻ നാട്ടിൽ കയറൂലെന്ന്. ഈ വീട്ടിനകത്ത് കാല് കുത്തൂല. അതേപോലെ മരിച്ചതിന് ശേഷമാണ് അവർ കാല് കുത്തിയത്. അത്രയ്ക്ക് വാശിയുള്ള മനുഷ്യനാണ് അത്. ചീത്ത വിളിച്ചെന്നും പറഞ്ഞ് അടിക്കാൻ പോകുന്നത് ശരിയാണ്. 2 വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്തല്ലേ അവര്? അതന്നെ, അവരങ്ങനെ വിളിക്കാൻ പാടില്ല. എന്റെ അമ്മേനെ വിളിക്കൂല. എന്നെ ചീത്ത വിളി 2 വാക്ക് സാറിന് ഞാൻ ഇപ്പൊ ഓപ്പണായിട്ട് പറയേണ്ട കാര്യമില്ല. ഏതാണ് 2 വാക്ക് സാറിന് ഉപയോഗിക്കാം, ഏതാണ് ശരിയെന്നുള്ളത്. എക്സാമായിട്ട് 2 വാക്ക്, ബാക്കി എന്ത് ചീത്ത വിളിച്ചാലും ഒരു കുഴപ്പമില്ല, കേൾക്കും. അത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അടിക്കാൻ എണീക്കും. ആ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ എന്താണ് പറയുന്നത്. നിങ്ങള് അവരെ ഒരുപാട് ദേവോത്തരം ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ ശരിക്കും അടിച്ചിട്ടുണ്ട്. ചെവുക്കുറ്റിക്കൊക്കെ അടിക്കുകയും കഥവ് കുറ്റിയിട്ടാണ് അടിയും ഇടിയൊക്കെ. ഒരിക്കൽ വന്ന് എന്റെ സഹോദരനാണ് ചവിട്ടി തുറന്ന് അവനെ പിടിച്ച് പുറത്താക്കിയത്. അവളെ ചെവുക്കലിന് അടിച്ച് എന്നിട്ട് ചവിട്ടാൻ വന്നപ്പോഴത്തേക്ക് മാമ ഓടി വന്ന് മാമൻ പിടിച്ചു മാറ്റി. എന്നിട്ട് മാമൻ പറഞ്ഞ് നിങ്ങളല്ലേ ആശുപത്രി കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തി വെച്ചേക്കുന്നത്, ഞാനാണ് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് മാറെന്ന് പറഞ്ഞ് വെളിയിൽ പിടിച്ച് മാറ്റിയിട്ട്. എന്നിട്ട് വരെ അവര് ഭയങ്കര ഉപദ്രവമാണ് എപ്പോഴും പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് വരെ.
ഇതൊക്കെ എങ്ങനെ യോജിച്ച് അവര് നിങ്ങളോട് താമസിക്കും? അവര് അവളായിട്ട് പോകുന്നേ പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവളായിട്ട് പോകണം. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവളായിട്ട് അവിടെ കേസും കൊടുത്തിരിക്കുന്നത് അവരായിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഞാനായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഒരു കംപ്ലൈൻറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ ചെയ്ത് അവിടെ പോയിക്കൊണ്ടിരുന്ന പൈസയും കൊടുത്തിട്ട് വന്നപ്പോഴാണ്. ഏതായാലും കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം, അതില്ലാതെ പറ്റൂല. അതെ, കൊച്ചുകുട്ടികളല്ലേ, കൊടുക്കാൻ തയ്യാറല്ലേ നിങ്ങള്? അത് കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതൊന്നും എവിടെ സ്വർണ്ണമൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അവളാണ് പണയം വെച്ചിരുന്നത്. രസീറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അവൾ തന്നെ എടുത്തിട്ട് അവളെ വഴിക്ക് പോവുക. ഞാനൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഗൾഫിലേക്ക് ലീനയ്ക്ക് ഇപ്പൊ എന്താ വരുമാനം? ലീനയ്ക്ക് എനിക്കൊരു വരുമാനമില്ല. ഇല്ല. അപ്പൊ ലീനയ്ക്കും ചെലവിന് കൊടുക്കണ്ടേ? എന്നോടെ താമസിക്കാൻ വേണം ചെലവിന് കൊടുക്കുന്നത്. അവരെ വീട്ടിൽ താമസിക്കുമ്പോൾ ബിസിനസ് ചെയ്യുന്നിടത്ത് താമസിക്കാൻ എന്റെ വീട്ടിലായാലും ഭാര്യ എവിടെ ആയിരുന്നാലും ചെലവിന് കൊടുക്കാൻ ജോലി ഇല്ലെങ്കിലല്ല ഭാര്യ എന്റെ വീട്ടിൽ കൂടെ വന്നു ഞാൻ പറയുന്നത് താമസിക്കണം. അല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുന്നിടത്തെന്നുള്ള വാക്ക് ഉപയോഗിച്ചത് മാഡം, അല്ല നിങ്ങൾ ബിസിനസ് ചെയ്യുന്നിടത്തെന്നൊരു വാക്ക് ഇവര് നടപടി ദോഷക്കാരായോണ്ട് അങ്ങനെ പറയുന്നു. നിങ്ങൾ അനാവശ്യം സംസാരിക്കരുത്, കോടതിയാണ്. അനാവശ്യ വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. എന്താ ബിസിനസ് നടത്താൻ ഇറങ്ങി പോയപ്പോഴത്തേക്ക് പറഞ്ഞാണ് അവിടെ ബോർഡ് എഴുതി വെക്കുന്നു, റോട്ടിലെ ബോർഡ് എഴുതി വെക്കും പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. അതിന്റെ അത് നിങ്ങളുടെ നിങ്ങൾ അനാവശ്യം പറയുമ്പോ നിങ്ങൾ അതിന് വിളക്ക് പിടിക്കുന്ന ആളാണ്. എന്റെ മോളെ അതാണ് നിങ്ങളാണ് അതിന്റെ ആള്. നിങ്ങൾ ഇതിന് കാവല് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ തന്നെ നിങ്ങളുടെ നടപടി ദൂഷ്യമുള്ള ഇത് 10-15 വയസ്സിലൊരു പെങ്കൊച്ചിനെ പൊടിക്കൊച്ചിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളുടെ സംശയവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തള്ളയ്ക്ക് നടപടി ദോഷം, ചേട്ടത്തേക്ക് നടപടി ദോഷം, എല്ലാവർക്കും നാട്ടുകാർ പറഞ്ഞ എനിക്കറിയാം. നാട്ടുകാർ എന്താ പറയുന്നത്? ഏത് നാട്ടുകാർ പറയുന്നത്? എന്നാ പിന്നെ അന്തസ്സുള്ളവർ എപ്പോഴേ കളഞ്ഞിട്ടൊക്കെ പോണ്ടേ? അതല്ലേ എന്റെ മര്യാദ. പിന്നെ നടപടി ദോഷമുള്ള ബിസിനസ് നടത്തുന്ന ഭാര്യയും കൊച്ചുകളെ വേണം പറയുന്നത്. അവരെ കടയിൽ പോയി കച്ചവടം ചെയ്യണമെന്നേ പറഞ്ഞോളൂ. എന്താ കച്ചവടം? അവരൊക്കെ എന്തായാലും റെഡിമേഡ് കടയിൽ പോകണമെന്നുള്ളതാണ്. റെഡിമേഡ് കടയില ഈ ബേക്കറില പോയി കച്ചവടം ചെയ്യണമെന്നാണ്. അതിന്റെ കാര്യമാണോ പറഞ്ഞത്? അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കച്ചവടത്തിന് പോകണമെന്നുള്ളതാണ്. അല്ല മാഡം, അങ്ങനെയല്ല പറഞ്ഞത്. അവര് മറ്റേ രീതിക്കാണ് പറഞ്ഞത്. അതിന്റെ കാര്യമാണ് പറഞ്ഞത്. എപ്പോഴും വീട്ടിൽ വിൽക്കുന്നെന്നാണ് പറയുന്നത്. ഇന്ന് വരെ അവള് ജോലിക്കും പോയിട്ടില്ല. ഒരു പൈസക്ക് ഇത് വന്നിട്ടൊന്നുമില്ല ചെലവിന്. അങ്ങനെ വന്നില്ലായിരുന്നു അവരുടെ വീട്ടിൽ തന്നെ താമസവും തൊഴിലുറപ്പിന് അവൾ എന്റെ അടുത്ത് ചോദിച്ചു ഗൾഫിൽ നിന്നപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല. ഗൾഫിൽ നിന്നപ്പോൾ എന്റെ മോൾ ഇപ്പോഴും പോയി തൊഴിലുറപ്പിന് പോയി ഞങ്ങളെ കഴിയുന്നത്. ഇപ്പോൾ 4 മാസം കൊണ്ട് ജോലിയില്ല. മാർച്ചിൽ പണി നിർത്തിയതാണ്. ഇതേവരെ തുടങ്ങിയില്ല. എന്തായാലും സാർ ഞങ്ങൾ ജീവിക്കാൻ പോലും നിവർത്തിയില്ല. എന്റെ കൊച്ചുങ്ങളെ കാര്യം എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾക്ക് പള്ളിക്കുടത്തി നിന്ന് വെള്ളിയാഴ്ച എഴുതി കൊടുത്തയച്ച് ഫീസിനും പിന്നെ അവരൊക്കെ പരീക്ഷ നേരത്തെ തന്നെ ലീന പറഞ്ഞ മറുപടിയാണ്. ഒരാള് ചത്തുപോയാൽ എന്ത് ചെയ്യും? കൊച്ചുങ്ങളെ എന്റെ മോളെ 2 വയസ്സ് 3 വയസ്സ് പറഞ്ഞിട്ട് പോയി. ആ മക്കളെ ഞാൻ തൊണ്ട് തല്ലിയും കയറും ഇട്ടുമാണ് ഞാൻ ജീവിച്ചത്. എവിടെ കടന്നു ഞാൻ വെളുപ്പാങ്കാലം 1 മണിക്ക് എണീച്ച് പറഞ്ഞു എനിക്കറിയില്ല. കയറിട്ടാണ് ഞാൻ പൈസ കിട്ടിയോ? 3000 രൂപ കിട്ടിയോ? സ്കൂൾ തുറന്നപ്പം തന്നില്ല. തന്നില്ല. അതിന് 1000 രൂപ ചിട്ടിക്കും കൊടുക്കണ്ടെന്ന് ആര് പറഞ്ഞു? വക്കീല് പറഞ്ഞു ഇപ്പോഴും കൊടുക്കണ്ട, മണി ഓർഡറായിട്ട് കൊടുത്താൽ മതി, അവിടെ നിർത്തിയേക്കാൻ പറഞ്ഞു. മണി ഓർഡർ മുഖേന അയച്ചു കഴിഞ്ഞാൽ അതിന് തെളിവ് വരും. MC ഫയൽ ചെയ്തിട്ടുണ്ട്. അന്നേരം പിന്നെ ചെയ്യേണ്ടത് ഓരോ പൈസ അയച്ചു കൊടുക്കുന്നത് മണി ഓർഡർ. മണി ഓർഡറാണ്. അങ്ങനെയാണ് അല്ല അങ്ങനെ കൊടുത്താൽ മതി. തെളിവ് വെച്ചോണ്ട് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ 3000 രൂപ അടിച്ചിട്ട് അവള് പോലീസ് 3000 രൂപ കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഏപ്രിൽ 30-ാം തീയതി ഞാൻ ഇറങ്ങുകയാണ്. ഏപ്രിൽ 30-ാം തീയതി ഇറങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് എന്നും ചെന്ന് അതിലേക്കൂടെ കറങ്ങി മക്കൾക്ക് പലഹാരവും മേടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1000 രൂപ കൊണ്ട് കൊടുത്തു. ബാങ്കിൽ അടയ്ക്കണമെന്ന് അതുകൊണ്ട് കൊടുത്തു. 2000 രൂപ സ്കൂളിൽ എന്താ വേണമെന്ന് അപ്പോഴും കൊണ്ട് കൊടുത്തു. സ്കൂളിലല്ല മാഡം, എന്റെ മോളെ ബർത്ത്ഡേ മെയ് 26-ാം തീയതി ആയിരുന്നു മോളെ ബർത്ത്ഡേ. അപ്പൊ മോക്ക് ഡ്രസ്സ് എടുക്കെന്നും പറഞ്ഞ് 2000 രൂപ കൊണ്ട് തന്നു. മോളെ ബർത്ത്ഡേക്ക് ഉടുപ്പ് മേടിയിട്ടെന്നും പറഞ്ഞു. അപ്പം ഒരാൾക്ക് മാത്രം മേടിക്കാൻ മറ്റേ കൊച്ചു കാര്യത്തില്ല, അവനും പൊടി കൊച്ചല്ലേ. ഞാൻ 2 പേരും കൊണ്ട് ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞു സ്കൂൾ തുറക്കുന്ന സമയം കൊച്ചിന് ബുക്ക് മേടിക്കണം, ബാഗ് മേടിക്കണം, എല്ലാം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് 2 ദിവസം കഴിയിട്ട് ജോലി പോകുമ്പോൾ തരാമെന്ന്. എന്നിട്ട് ഇനി വേറെ കൊണ്ട് തന്നിട്ടില്ല. നിങ്ങള് അശ്ലീലവും ആഭാസത്തരങ്ങളും സംസാരിക്കുന്ന ഒരു പുരുഷനെ വെറുക്കും. ഏത് സ്ത്രീ വെറുക്കും. കാരണം സ്വന്തം കുടുംബാംഗങ്ങളെ പറ്റിയും സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ കൂട്ടി വായിച്ച് സംസാരിക്കുക, അനാവശ്യങ്ങൾ പറയുമ്പം ഇനി നിങ്ങൾ എന്തെല്ലാം പൊന്നുകൊണ്ട് മൂടിയാലും നിങ്ങളെ വെറുക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ എത്ര പ്രാവശ്യം വാക്ക് ഉപയോഗിച്ചു? ഞാൻ പറയാം, 11 കൊല്ലം ആയിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട്.
2005 4 കൊല്ലം ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ട്. എൻ്റെ ചേട്ടത്തിൻ്റെ ഭർത്താവിനെ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. ഇന്ന് വരെ അവനെ എച്ചി പോകുന്നു പറഞ്ഞിട്ടുമില്ല. ഈ തവണയാണ് ഞാൻ പറയുന്നത്. ഈ തവണ ഇത് 4 കൊല്ലം ഞാൻ നാട്ടിൽ നിന്നാണ്. ഇപ്പോഴത്തെ വഴക്കിനാണ് പറയുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നത്? ഞാൻ അവരായിട്ട് ഒരു വീട്ടില് ഒരു കുടുംബം എന്തൊരു മോശം അത്. അത് അങ്ങനെ എന്തൊരു മോശമുള്ള കാര്യം. കാരണം സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവന് വിവരം അല്ലെങ്കിൽ ഞാൻ പറയില്ല. അത് പറയുന്ന മോശമല്ലേ? വളരെ മോശമല്ലേ? ആലോചിച്ച് നോക്ക്. അവൻ ഇന്ന് ഇറങ്ങി വരാൻ എനിക്ക് ഒരു സ്വന്തം ചേട്ടൻ ഉണ്ടെങ്കിൽ ചോദിക്കത്തില്ലേ? പറഞ്ഞു എന്റെ സഹോദരൻ ഉണ്ടെങ്കിൽ ചോദിക്കത്തില്ല. അതേപോലെ എന്റെ ചേട്ടനും ചോദിച്ചോളൂ. അത് ചോദിച്ചത് കുറ്റമായി ഉണ്ടെങ്കിൽ മേഡം അത് ചോദിക്കത്തില്ലേ? ആരായാലും ചോദിക്കും. എന്റെ സഹോദരൻ 27-ാം തീയതി ഗൾഫിൽ പോണു. ഇപ്പോഴും സുഖമില്ലാതെ വന്നിട്ട് പോയി 2 മാസം ആയില്ല. പോയി 30-ാം തീയതിയാണ് ഈ പ്രശ്നം നിർത്തി അവിടെ നടക്കുന്നത്. അവ ഉള്ളപ്പോ ഇതൊന്നും സംസാരിക്കില്ല. ഓ അതൊക്കെ ഉള്ളപ്പോ ഇവരാരും എൻ്റെ അടുത്തൊന്നും സംസാരിക്കില്ല. ചീത്തയും വിളിക്കില്ല. ഇവരും എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല. സഹോദരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മിണ്ടത്തില്ല. അവരാരും എൻ്റെ അടുത്ത് നേരെ ഒന്നും സംസാരിക്കുന്നില്ല. ഇവന്റെ സ്വഭാവം അത്രേ ഉള്ളൂ. ഇത് അവരുടെ മനസ്സിൽ നിങ്ങൾ അങ്ങേയറ്റം വെറുപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമുക്ക് നിർബന്ധിച്ച ഒരാളിനെ കൊണ്ട് സ്നേഹം പറയാൻ പറ്റും. അപ്പം അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഒരു മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിർബന്ധിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ ചോദിച്ചില്ല. ഇപ്പോൾ അതിപ്പോൾ കോടതി ചെല്ലുമ്പോൾ കോടതി അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്നാലും ഇവിടെ ഒരു ഒത്തുതീർപ്പാക്കണം എന്ന് മണിപ്രസാദിന് തോന്നുന്നു എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാസം നിങ്ങളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് എന്തോ 10,000 ഒന്നും ചിലപ്പം കൊടുക്കാൻ പറ്റും. അല്ല എത്ര കൊടുക്കാൻ പറ്റുമെന്ന് പറയും. അത് അവളാണ് ഇത് കൊച്ചുങ്ങൾക്ക് എൻ്റെ ഉള്ളത്. ചിലപ്പം മേശന്റെ പണിയാണ്. ചിലപ്പോൾ ഒരു മാസം അങ്ങനല്ലല്ലോ. നമ്മളൊരു ആവറേജ് ആയിട്ട് പറയണമല്ലോ. പിള്ളേർക്ക് മേശന്റെ പണിയില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഇതും ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പം ഒരു മാസം എത്ര ചിലപ്പോ വേണ്ടി വരും കൊച്ചുങ്ങൾക്ക്? എന്റെ മക്കൾക്ക് മാത്രം പഠിക്കാൻ 2,000 രൂപ വേണ്ടി വരും. 2,000 രൂപ വേണം. ഫീസ് മാത്രം. വണ്ടി ഫീസും 2,000 രൂപ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു എങ്ങനെയെങ്കിലും ഒരു 3,500-4,000 രൂപ കൊടുത്താലേ എന്റെ ഇപ്പോഴും കാണില്ല. കോടതിയിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 6,000 രൂപയെങ്കിലും നിങ്ങൾക്കെതിരെ വിധി വരും. ഇവർക്ക് 3 പേർ കൂടെ ആയിരിക്കും വിധി വരുന്നത്. അവരൊക്കെ 3 പേരൊക്കെ ആയിട്ട് വിധിക്കുന്നെങ്കിൽ അങ്ങനെ ഇവിടത്തെ ഇത് കഴിഞ്ഞിട്ട് കോടതി പോവാം. അവരായിട്ട് പോകുന്നില്ല, ഞാനായിട്ട് പോവേയില്ല. അവര് പോയിട്ട് കുഴപ്പമില്ല. അതിന്റെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് പോവേയില്ല. അവർ കൂടെ പോയില്ല. അവരായിട്ട് പോയിട്ട് ഞാൻ പോയിട്ടുമില്ല. പോയതുമില്ല, ഇതുമില്ല. അതുകൊണ്ടാണ് കാര്യത്തിന് ഞാൻ പോയിട്ട്. അതാണ് ഇവിടെ വെച്ച് നമുക്ക് തീർക്കാം. അതിലും കുറച്ച് മണിപ്രസാദ് അവരെ ഇതില് അവരെന്താണ് ചെയ്യുന്നത്? കേക്ക് മണിപ്രസാദ്, ഞാൻ പറയുന്ന കേക്ക്. ഇവിടം വരെ എത്തി. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് നല്ല അറിയാം അല്ലേ? നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മനസ്സിലായില്ലേ? അത് നിങ്ങളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ പറയൂ. 3,000 രൂപ 2 കൊച്ചുങ്ങൾക്ക് കൊടുക്കും. 3,000 രൂപ അത് മണിയാറായിട്ട് കൊടുക്കുകയുള്ളൂ. അല്ലാതെ കൊടുക്കുകയില്ല, പൈസയും കൊടുക്കില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഈ തുകയിൽ മാറ്റം വരും. മണിപ്രസാദ് അതെ, അത് നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നിങ്ങളത് ചെയ്യേണ്ടി വരും. മാഡം പ്രത്യേകിച്ച് എന്റെ സ്വർണ്ണങ്ങൾ വെച്ചിരിക്കുന്നത് എടുത്തായിരുന്നു. സ്വർണം വെച്ചിരിക്കുന്നത് ഞാനല്ല, അവരെ എടുത്ത് അവളെ മാമന് വേണ്ടി വെച്ച സ്വർണ്ണമാണ്. ഞാൻ ഗൾഫിലാണ്, മസ്കറ്റിൽ നിന്നപ്പം അവള് വെച്ചോണ്. ഇതെല്ലാ സ്വർണ്ണം അവള് വെച്ചിരിക്കുന്നു. ഞാൻ ഗൾഫിലേക്കാണ്. അത് അവളെ രസീത് മേടിച്ച് മേഡം നോക്കുക. ഞാൻ ഗൾഫിലേക്ക് എന്റെ പാസ്പോർട്ടിൽ നോക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ ഭർത്താവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന് എന്റെ ആഭരണം പണയം വെച്ച് ആ പൈസ എന്റെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു. വെച്ചത് ഞാനാണ്. ആ പണം പ്രയോജനപ്പെടുത്തിയത് ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കും കൂടെ ഉണ്ട്. ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ പണയം വെക്കണ്ടായിരുന്നു. ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴാണ് പണയം വെച്ചിട്ടുള്ളതും അവളെ മാമന് കൊടുത്തതും. അവളെ മാമന് വേഷിയപ്പോ ഞാൻ മാമന് വേണ്ടി വെച്ച് മാമൻ പൈസ എനിക്ക് എടുക്കാൻ സ്വർണ്ണത്തിന് പൈസ അയച്ചു. അവര് 12,000 രൂപ അവരെടുത്ത്. ആ പൈസ അവർക്ക് ജോലിയില്ല കൂലിയില്ലെന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഇണങ്ങി നിന്ന് 18,000 രൂപ മേടിച്ച്. അമ്മ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ ജോലി ഇല്ലല്ലേ അമ്മക്ക് കഴിയണ്ടേന്നും പറഞ്ഞ് അങ്ങനെ മേടിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങളെ സ്വർണ്ണത്തിന്? ഞാൻ പറഞ്ഞു എന്റെ സഹോദരൻ അയച്ചതല്ലേ സ്വർണ്ണത്തിന്റെ പൈസ, അവനിലെ മേടിച്ചു വെച്ചാൽ ആ സ്വർണ്ണത്തിനൊണ്ട് ഇടയെന്ന് പറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കും. നിങ്ങൾ ഞങ്ങളുമായിട്ടുള്ള സംസാരിക്കാൻ നിങ്ങൾ ഇടപെടേണ്ടെന്ന്. ശരി, സ്വർണ്ണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ.
നിങ്ങൾ ഈ കുട്ടി വർക്ക് ചെയ്യുന്ന കടയിൽ പോയി ബഹളം ഉണ്ടാക്കിയോ? കടലകളി ജോലിക്ക് പോയിട്ടില്ലല്ലോ. ബേക്കറിയില് തിരക്കുന്നതേ ഉള്ളു. അവിടെ പോവാനായിട്ട് അവര് തീരുമാനിച്ചപ്പോ ആ കടയിൽ പോയി നിങ്ങൾ അനാവശ്യം പറഞ്ഞു. എന്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് അവള് പോയി ജോലിക്ക് പോട്ടോന്ന് ചോദിച്ചു. അത് ജോലിക്ക് പോകാൻ വേണ്ടിയാണ് അവിടെ കേസ് കൊടുത്തത് ബേക്കറിയില്ല. എവിടെ അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു പോട്ടെന്ന് പറഞ്ഞു. മാഡം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അവരെ ബന്ധം നിലനിൽക്കുമ്പോ ഞാൻ ജോലിക്ക് പോകരുതെന്ന്. അങ്ങനെ പോലീസുകാർ പറഞ്ഞു അവർക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ടാണ് അവരെ വിട്ടതെന്ന്. അവര് ഇവളാണ് പറഞ്ഞത് അവിടെ കോടതിയിൽ എന്നോട്. അവർ ചോദിച്ചു നീ അവൻ വീടെടുക്കും, നിനക്ക് എത്ര പൈസ മാസം വേണം, നീ അവൻ്റെ കൂടെ പോയി താമസിക്കും. അപ്പോൾ എനിക്ക് വേണ്ട, പൈസയും വേണ്ട, നീ പോന്നു. അപ്പോൾ അവർ വന്ന് കോടതിയിൽ പോകാൻ പറഞ്ഞു രണ്ടുപേരും. അവരുടെ പിന്നെ സംസാരിച്ചൊന്നുമില്ല, ഇവിടെ സംസാരിച്ചതേ ഇല്ല. എന്തായാലും പോട്ടെ, എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിന് കൂടുതൽ മനസ്സിലത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പൊ ആ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് ചെലവിന് വേണ്ടിയുള്ളതായി ചോദിക്കുന്നത്. ഈ 3000 ഒന്ന് പറഞ്ഞു തൽക്കാലം. പിന്നെ ബാക്കിയുള്ളത് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടത് നിങ്ങളുടെ കടമ അല്ലേ? അതേ സാറേ, വല്ല ആപത്തോ കാര്യമൊക്കെ പുള്ളിക്ക് ആയിപ്പോയാ പൈസ കൊടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും? ആപത്ത് അല്ലല്ല, അത് എപ്പോഴും പറയുന്നത്, നമ്മളിപ്പോ പറയുന്നത് നാളെ ചിലപ്പോ ഒരു മാസം അസുഖമായിപ്പോയി. നമ്മളത് കൊടുക്കാനുള്ള വഴി കണ്ടെത്തണമല്ലോ. അത് നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ്. അപകടത്തിൽ കിടക്കുന്ന ഒരാളിന്റെ പൈസ വേണമെന്ന് ആര് ചോദിക്കും? അത് പറയാത്തില്ല. കോടതി തീരുമാനിച്ച് അവർ കൊടുക്കേണ്ട തുക അവർ മാസത്തിൽ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവർ വന്ന് വിളിച്ചോണ്ട് പോകും. നിങ്ങൾ സുഖപ്പെട്ടിട്ട് പിന്നെ കൊടുത്താൽ മതി. അത് ചിലപ്പോ പെൻഡിങ് വന്നാൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ മാസം കൊടുക്കാൻ അടുത്ത മാസം കൊടുക്കുക. അതിന് ഓൾട്ടർ ചെയ്യാനുള്ള പ്രൊവിഷൻ കോടതിക്കുണ്ട്, അധികാരമുണ്ട്. മനുഷ്യത്വം ഇല്ലാത്ത കാര്യങ്ങൾ ആരും ചെയ്യത്തില്ലല്ലോ അല്ലേ? ഇപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം പറ്റിപ്പോയാൽ അവരല്ലേ നോക്കേണ്ടത്? ഞാൻ നാട്ടിലൊരു പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഞാൻ ഓടി പോവുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ വന്നപ്പോഴും ഇവിടെ വിളിച്ച മേഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇവരെ രണ്ടുപേരും നല്ലതുപോലെ ജോയിപ്പിച്ച് ഇവിടെ ആ മക്കളെ നല്ലപോലെ അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ട് ആ മേഡത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞതും അതാ. മോഹൻ സിംഗ്, ഞങ്ങളിപ്പോ ഇതുവരെ സംസാരിച്ചത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. പക്ഷെ അത് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഇവര് ഇവിടെയെന്നല്ല ഒരു കോടതിയിലും സമ്മതിക്കൂല. ഇവിടത്തെ മേഡം എന്താണെന്ന് വെച്ചാൽ അത് വിധിച്ചേരെ, ബാക്കി ഞാൻ നോക്കിക്കോളാം അടുത്ത കോടതിയിൽ. ഇതിപ്പോ എന്താണെന്നറിയാവോ, നമ്മൾ ഒരാളിനെ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം. അവരുടെ കാര്യത്തിന് തൽക്കാലം ഇത് ചെയ്യും. എന്നിട്ട് വേറെന്താ അതിനകത്ത് ഡിമാൻഡ് വെക്കേണ്ട? സാർ എന്താണ് സാർ, 3000 രൂപ അങ്ങനെ കൊടുക്കാൻ തൽക്കാലം ഒന്ന് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതമാണോ നിങ്ങൾക്ക്? സമ്മതമാണോ? അതോ 3000 കൊടുക്കാൻ പറ്റത്തുള്ളൂ, അതോ 500 കൂടെ കൊടുത്തുകൂടായോ? ഈ 3000 ചിലപ്പോ എനിക്ക് തോന്നണേ കൊടുക്കും. അപ്പൊ 3000 എന്നുള്ളൊരു മാർജിൻ വെച്ചിട്ട് സാർ വേറെന്ത് കണ്ടീഷനാ വെക്കാനുള്ള? ആ കുട്ടി ജോലിക്ക് പോവുകയോ അവരുടെ കുടുംബത്തിന്റേതായിട്ട് ചെലവ് നോക്കുന്ന സാഹചര്യത്തിൽ അല്ല, ഇപ്പൊ കുട്ടി ജോലിക്ക് പോകുന്നില്ല, പോയാലേ പറ്റുള്ളൂ സാർ. അവിടെ പോയി യാതൊരു തരത്തിലും അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വെക്കാം. പിന്നെ മറ്റ് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ അദ്ദേഹം അറിഞ്ഞ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. മണിപ്രസാദ്, ഇത് നിങ്ങൾ കോടതി പോവാ, നിങ്ങൾക്ക് നിങ്ങളുടെ വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് കോടതി പോകാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ ഇപ്പൊ നമ്മൾ കെൽസയുടെ പാൻ ബോർഡാണ് ഇരിക്കുന്നത്. കെൽസയിൽ നിന്നും അവർക്ക് സൗജന്യമായിട്ട് കേസിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഫീസ് കൊടുക്കണമെന്നോ അതൊന്നും വിചാരിക്കണ്ട. കെൽസയിൽ അതിന് വേണ്ട സഹായങ്ങളൊക്കെ പാനൽ ചെയ്തു തരുന്നു. സൗജന്യമായിട്ടുള്ള നിയമസഹായം അത് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സമീപിക്കാം. സമീപിച്ചിട്ട് അവിടെ അവരൊരു ആപ്ലിക്കേഷൻ ഫോം തരും. അതിൽ നമുക്ക് എല്ലാം നമ്മുടെ വരുമാനം എല്ലാം കൂടെ പറഞ്ഞിട്ട് എനിക്കൊരു സൗജന്യമായിട്ടൊരു അഭിഭാഷകനെ വെച്ച് തരണമെന്ന് പറഞ്ഞാൽ മതി. സൗജന്യ നിയമസഭ, അത് 1 രൂപ നിങ്ങൾക്ക് ചിലവില്ല. ഏത് കേസും നടത്തിത്തരാൻ സന്നദ്ധരായിട്ടുള്ള അഭിഭാഷകന്മാരുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പേടിക്കുകയേ വേണ്ട കോടതിയുടെ കാര്യങ്ങളെക്കുറിച്ച്. സ്വർണ്ണം അവളെ എടുക്കുകയാണെങ്കിൽ ജോയിന്റ് വെച്ച് രണ്ടുപേരും സമ്മതത്തോടുകൂടി പിരിഞ്ഞു പോകുക. ഈ കേസും വേണ്ട, ഒന്നും ജോയിന്റ് പെറ്റീഷൻ അതാകുമ്പോൾ എളുപ്പം നടക്കുകയും ചെയ്യും സംഗതി. അവളെ വഴി എന്റെ വഴി. സ്വർണത്തിന്റെ കാര്യം വിട്ടേക്ക്, ഒരു വിധി എന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇങ്ങനെ സംഗതികൾ കോടതിയിൽ അങ്ങോട്ടും പോയി എപ്പോഴായാലും എനിക്ക് തന്ന പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എനിക്ക് തന്നെന്ന് പറഞ്ഞില്ലേ മേഡം, ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ആ പൈസ 15,000 രൂപ നിങ്ങൾ കൊടുത്തില്ല? അതിൽ 5000 രൂപ എന്റെ അവളെടുത്ത് അവളെ മാവന് പോകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി എപ്പോഴായാലും ഞാൻ കൊടുക്കും. സ്വർണത്തിന്റെ കാര്യം ചോദിക്കരുത്. അങ്ങനെയാണെങ്കിൽ ജോയിന്റ് പെറ്റീഷന് സമ്മതിക്കാം. ഇതാണ് യഥാർത്ഥ സത്യാവസ്ഥ.
പൈസ 18 രൂപ കൊടുത്തെന്ന് പറഞ്ഞ് 5000 രൂപ അവരെടുത്തെന്ന്, പിന്നെ അത് 13 രൂപ. ആ പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറുമാണ്. അപ്പൊ ഇത് യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ്. അത് തന്നെ കാര്യം. ഈ രണ്ട് ചിട്ടി പൈസ ഞാൻ പറഞ്ഞത് കൂടെ കൊടുക്കണം. ചിട്ടി പൈസ അവര് എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു അയലത്ത് ഒരു വീട്ടിലാണ്. ആ പൈസ അവരാണ് മേടിച്ചത്. അവരെ ചേട്ടന്റെ മോളെ കല്യാണത്തിന് മേടിച്ച് അവര് അത് ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിരിക്കുമ്പോ കൊടുത്ത ചിട്ടിയല്ലേ? അതുകൊണ്ട് ഞാൻ മാസം തോറും എങ്ങനെ കൊടുക്കും? അതില് ചിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബാധ്യത ഉണ്ടെങ്കിൽ അത് എന്റെ കൊടുക്കണം. കയ്യിലുള്ള ചിട്ടിയാണ് മാഡം ഞാൻ പറഞ്ഞേട്ടെ. ചിട്ടി അവള് പിടിച്ച് 10 ഞാനെടുത്ത് 5 അവളെ മാമന് കൊടുത്തു. അവള് 18 എന്നല്ലേ പറഞ്ഞത്. ആ 13,000 രൂപ അങ്ങോട്ട് കൊടുത്താൽ മതി. ഞാൻ 5000 ചിട്ടി മൊത്തം ഞാൻ അടച്ചോളൂ. അവൾ അടയ്ക്കുകയും വേണ്ട. അത് സമ്മതിക്കും. മതിയല്ല അത് നമുക്ക് മതിയല്ല അതല്ല ന്യായമായ കാര്യം. ചിട്ടി അയാളുടെ പേരിൽ എടുത്തിട്ട് അയാൾ അടച്ചോളും. നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചതിൽ 5000 രൂപ നിങ്ങൾ എടുത്തിട്ടുണ്ട്, ബാക്കി 13 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. അതുപോലെ മാസം 3000 രൂപ കുഞ്ഞുങ്ങൾക്ക് തരും. പിന്നെ അതേ അയാളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റും പേടിച്ചു തരണം. അതൊക്കെ അതിന് എന്റെ ഇതായിട്ട് പാസ്പോർട്ട് എടുക്കുക. ആ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ മാരേജ് സർട്ടിഫിക്കറ്റോ എന്തുണ്ടെങ്കിലും തിരിച്ചു കൊടുത്തേക്കണം. അതിനുള്ള ഏർപ്പാട് ഉണ്ടാവണം. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ അവരൊക്കെ മാത്രമല്ലല്ലോ മാരേജ് സാറേ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പാസ്പോർട്ട് എടുക്കരുതെന്നാണ്. അതിപ്പോ നിയമപരമായിട്ട് നിങ്ങളുടെ ഭാര്യ അല്ല എന്ന് തെളിയിക്കണം. ആകുന്നത് വരെ അതുവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഉപയോഗിച്ചുകൂടാ. അത് തെറ്റാണത്. ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് മാഡം ഇനി മേടിച്ച് തന്നാൽ മതി. വീട്ടിൽ കൊണ്ട് തന്നാലും മതി. അവരുടെ കയ്യിൽ അത് സൂക്ഷിക്കണമല്ലോ. അവർക്ക് വേണമല്ലോ കേസോ മറ്റാവശ്യങ്ങളോ. കിട്ടത്തുള്ളൂ. ഡൈവോഴ്സ് എന്ന് പറയുന്ന സംഗതി അതുവരെ ഭാര്യ തന്നെയാണ്. ഡൈവോഴ്സിന്റെ ആ കേസ് അവർക്ക് വേണ്ടത്. ജോയിന്റ് പെറ്റീഷനിൽ അവർക്കും തയ്യാറാണ്. ഇതെല്ലാം വിട്ടാണ് ഞാനും തയ്യാറാണ്. ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞത് ഉഭയസമ്മത പ്രകാരം വിവാഹബന്ധം വേർപെടുത്തുക. കോടതിയിൽ നമ്മൾ നാളെ ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് കോടതി ഒന്നുകൂടെ വെക്കും. പിന്നെ ആ ദിവസം കൗൺസിലിങ്ങിന് അയക്കും. എന്നിട്ടും നിങ്ങൾക്ക് 2 പേർക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ, ഒരുമിച്ച് താമസിക്കാൻ തീരുമാനമില്ലെങ്കിൽ ഡൈവോഴ്സ് അവിടെ നിന്ന് ഡിക്രീ ആവും കോടതി. 6 മാസത്തെ വെയിറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതാണ് ജോയിന്റ് പെറ്റീഷൻ എന്ന് പറഞ്ഞത്. 2 പേര് ഒരുമിച്ച് ഒരു പേപ്പറിൽ അവർ 5 പൈസയും ചെലവാക്കണ്ട. എല്ലാം ഞാൻ ചെലവാക്കും. എല്ലാം പുള്ളി തന്നെ പുള്ളി തന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്നത് അതാണ്. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ഒരു കേസിനും പോകരുത്. നീ എൻ്റെ അടുത്ത് ആലോചിച്ചായിരിക്കണം വരേണ്ടത്. പിന്നെ സൈൻ ചെയ്തിട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അവൾ സമ്മതത്തോടുകൂടി 2 പേരാകുമ്പോൾ എനിക്കും വിരോധമില്ല. അവളെ വഴി ഞാൻ വീണ്ടും ഗൾഫിൽ എവിടെയെങ്കിലും ഞാനും പോയിക്കോളും. അപ്പൊ എന്തായാലും മണിപ്രസാദും ലീനയും അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് പാനലുമായിട്ടുള്ള ചർച്ചയിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതിപ്പോൾ തീർപ്പ് വായിക്കുകയാണ്. രണ്ടുപേരും കേട്ടോളൂ. മണിപ്രസാദും ലീനയും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന പ്രകാരം പരിഹരിച്ചിരിക്കുന്നു. 1. മണിപ്രസാദും ലീനയും തമ്മിലുള്ള വിവാഹബന്ധം ഉഭയസമ്മതപ്രകാരം വേർപെടുത്താനും അതിനുവേണ്ട ജോയിന്റ് പെറ്റീഷൻ ബന്ധപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്യാനും തീരുമാനിച്ചു. 2. മേപ്പടി വിവാഹബന്ധത്തിൽ ജനിച്ച 2 മൈനർ കുട്ടികൾക്ക് ഇന്നു മുതൽ പ്രതിമാസം 3000 ഉറുപ്പിക 1500 രൂപ വീതം ചെലവിന് കൊടുക്കേണ്ടതും മേപ്പടി തുക കുട്ടികൾക്ക് വേണ്ടി മണിപ്രസാദ് ലീനയെ എല്ലാ മാസവും 10-ാം തീയതിക്കകം ഏൽപ്പിക്കേണ്ടതുമാണ്. 3. ലീനയിൽ നിന്നും കൈപ്പറ്റിയ തുകയിൽ 13,000 ഉറുപ്പിക മണിപ്രസാദ് ലീനയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിരിക്കും. 4. ലീന ജോലിക്ക് പോകുന്ന മണിപ്രസാദ് തടസ്സപ്പെടുത്താൻ പാടുള്ളതല്ല. 5. മണിപ്രസാദിന്റെ പേരിൽ നടന്നുവരുന്ന ചിട്ടി മെയിലിലും പ്രതിമാസ സംഖ്യ മണിപ്രസാദ് തന്നെ അടച്ചു തീർക്കുന്നതാണ്. 6. മേപ്പടി കുട്ടികളെ കാണാൻ മണിപ്രസാദിന് വേണ്ട സൗകര്യം ലീനയുടെ വീട്ടിൽ ഏർപ്പെടുത്തേണ്ടതാണ്. എന്തായാലും മണിപ്രസാദ് നല്ല ന്യായമായ തീരുമാനങ്ങളാണ്. മണിപ്രസാദ് സഹകരിച്ചു, വളരെ സന്തോഷമുണ്ട്. ഇനി ലീനയോട് മാഡം കുറച്ച് സംസാരിക്കണം. നമുക്കിപ്പോൾ ഒരു തീരുമാനമായി, ലീനയ്ക്ക് മനസ്സിലായി, കുറേ ഡിസ്കഷൻ നടന്നു. പക്ഷെ 6 മാസം കോടതി വെറുതെ തരുന്ന സമയമല്ല. ഒരു വീണ്ടും വിചാരം വരുത്താനും വീണ്ടും ഒന്നുകൂടി നമ്മൾക്ക് കടന്നുപോയ വഴികളെപ്പറ്റി ചിന്തിക്കാനും ഭാവിയെപ്പറ്റി ചിന്തിക്കാനും മക്കളെക്കുറിച്ച് ചിന്തിക്കാനും ഇദ്ദേഹത്തിനാണെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുത്താനും അത് ലീന 2 ഭാഗത്തുനിന്നും നമ്മൾ ഏത് പ്രശ്നം ഉണ്ടായാലും ഇരുഭാഗത്തും എന്തെങ്കിലും തകരാറ് കാണും. നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മൾ പറയുന്നതെല്ലാം ശരി, മറ്റേ ഭാഗം തെറ്റ്, അവർ വിചാരിക്കുന്ന അവരുടെ ഭാഗം ശരി, ബാക്കിയുള്ളത് തെറ്റ്. അങ്ങനൊരവസ്ഥയില്ല. ഏത് പ്രശ്നത്തിനും 2 വശമുണ്ട്. ഈ 2 വശങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിപ്പോയോ,
ഞാൻ എടുത്ത തീരുമാനം വളരെ വേഗത്തിലായി പോയോ? ഇതൊക്കെ ഒരു വീണ്ടും വിചാരത്തോടെ ചിന്തിക്കാൻ തരുന്ന സമയമാണ് 6 മാസം. ആ 6 മാസത്തിൽ രണ്ടുപേരും ശരിയായ രീതിയിൽ ഒരു അപ്രോച്ച്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവരെ എന്താണ് ദുഃഖിപ്പിക്കുന്നതെന്ന് ഇപ്പം മണിപ്രസാദിന് മനസ്സിലായി. അതേപോലെ ഒരമ്മ നിങ്ങളെ വളർത്തിയ കഷ്ടപ്പാട്, അതേപോലെ നിങ്ങൾ തന്നെ മക്കളെ വളർത്തുമ്പോൾ ഈ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ ഉള്ള സാധ്യത, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നമുക്ക് ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് അച്ഛൻ, ആ ഒരു കുടുംബം എന്നുള്ള കൺസെപ്റ്റ്, ഇതെല്ലാം കൂടി ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും ആലോചിക്കുക. 6 മാസത്തിനുള്ളിൽ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആളുകളെ ഒരുമിപ്പിക്കാനാണ്, പിരിക്കാനല്ല. അപ്പം ഇങ്ങനെ ജോയിന്റ് പെറ്റീഷനൊക്കെ നമ്മൾ എടുത്തെങ്കിലും വീണ്ടും നല്ല ചിന്താഗതികൾ, രണ്ടുപേർക്കും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പാനൽ മുഴുവനും നിങ്ങളോടൊപ്പം ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മനസ്സിലായി എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ലീന എന്നും മനസ്സിൽ ഓർക്കണം. എന്തോ ഒരു വിധിയുടെ പേരിൽ അമ്മയ്ക്ക് സംഭവിച്ച ഒരബദ്ധം, മനസ്സിലായില്ലേ? അച്ഛൻ നിയമപരമായിട്ട് വിവാഹം ചെയ്യാതെ അദ്ദേഹം വെറും കല്യാണം കഴിച്ച് ഇവിടെ വേറെ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. വീണ്ടും നിങ്ങളും അതുപോലെ തന്നെ എന്തായാലും കല്യാണം കഴിച്ചു, ഭർത്താവ് വേറെ, 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കണം. നിങ്ങളുടെ മകളുടെ കല്യാണ സമയത്ത് ഒരു ചരിത്രം പോലെ ഇതൊക്കെ പറയും. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. ഒന്നിനെക്കുറിച്ചും വലിയൊരു എന്താ പറയുന്ന ഒരു കാര്യഗൗരവത്തോടെ പോലും അപ്രോച്ച് ചെയ്യാത്തൊരു മനുഷ്യൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്ക് ഇവിടെയെന്നല്ല എല്ലാവരോടും പറയാം, ഞാൻ ഒളിച്ചോടിയതല്ല, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയാം. പക്ഷെ സത്യം ലീനയ്ക്കറിയാം. ആ ഒരു പ്രശ്നത്തിന് ശേഷം അയാൾ എടുത്ത നിലപാട് അപൂർവങ്ങളായിട്ട് മാത്രം ഭർത്താക്കന്മാരെടുക്കുന്നൊരു തീരുമാനമാണ്. അതല്ലാത്ത ഒരു സംശയരോഗി ആയിരുന്നു എങ്കിൽ അന്ന് നിങ്ങളെ ഉപേക്ഷിച്ചനെ ഈ മനുഷ്യൻ. അതാണ് സാധാരണ നാട്ടുനടപ്പ്. ഒരന്തി ഭർത്താവ് അറിയാതെ, സ്വന്തം കുടുംബക്കാരറിയാതെ ഒരു പെണ്ണിറങ്ങിപ്പോയാൽ ഇനി എന്തു തന്നെ ആവട്ടെ അയാൾക്ക് ഉപേക്ഷിക്കാൻ മറ്റൊരു കാരണവും വേണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. അത് അയാൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ താമസിച്ചു, നിങ്ങൾ 2 കുഞ്ഞുങ്ങളുമായി. അപ്പോൾ നമ്മൾ കടന്നു വന്ന ജീവിതത്തിൻ്റെ ഒരുപാട് വഴികളിൽ നന്മകളെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് അയാളുടെ പോസിറ്റീവ് ഇത്, എവിടെയാണ് അയാൾക്ക് തകരാറ് എന്നുള്ളത്, അത് മാത്രം ചിന്തിക്കുക. സ്വന്തം കുടുംബം വിട്ട് വളരെ അകലെ താമസിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെല്ലാം കുടുംബക്കാരായിട്ട് നിൽക്കുന്നു, ഞാൻ മാത്രം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് അയാൾക്ക് തോന്നാൻ കാരണം അയാളുടെ കോംപ്ലക്സ് ആണ്. നിങ്ങൾ അമ്മ, മക്കള്, ചേട്ടൻ, ചേട്ടത്തി, ഇവരെല്ലാം കൂടെ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് അയാളെ ഒരു വാക്ക് പറഞ്ഞ് എതിർക്കുമ്പോൾ പോലും ഞാനിവിടെ ഒറ്റ, കാരണം അയാളുടെ വീടല്ല. അപ്പോൾ ഒരു ഒറ്റക്കൊരു വീട്ടിൽ ഭാര്യയും ഭർത്താവും താമസിച്ച് അവരുടെ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കുമ്പോഴുണ്ടാകുന്നത് പോലെയല്ല നിങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇടപെടുന്നത് നിങ്ങളെ അടിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ഒരാളിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആ കുടുംബത്തിൽ ആരുമില്ല. നിങ്ങൾ അന്ന് തോന്നും അയാൾ 10-50 വർഷം സ്വന്തം കുടുംബം വിട്ട് താമസിച്ച ഒരാളാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അന്തസ്സോടുകൂടി അച്ഛനുണ്ട്, അച്ഛൻ്റെ ചിലവിലാണ് ഞങ്ങൾ കഴിയുന്നത്, അച്ഛനും അമ്മയും സന്തോഷമായിട്ട് എന്ന് തോന്നുന്ന ഈ 6 മാസത്തിനിടയ്ക്ക് മേഡം പറഞ്ഞതുപോലെ മറ്റൊരു വീട്ടിൽ താമസിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവും അവിടെ താമസിച്ചാൽ നന്നെന്ന് തോന്നിയാൽ ദയവ് ചെയ്ത് ശൈല ചിന്തിക്കണം, നിങ്ങളുടെ പോലെ ആവരും നിങ്ങളുടെ മകളുടെ ജീവിതം എന്നുള്ളത്. കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അത് വേണ്ട, അവൻ വേണ്ട, ഇവൻ അങ്ങനല്ല, അവൻ ഇങ്ങനെ കൊല്ലും വെട്ടുന്നത് ഒന്നും പറയരുത്. ഇത്ര 11 വർഷങ്ങൾ വെട്ടിയും ഒന്നുമില്ല, അടിയും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. നന്മകൾ പറഞ്ഞു കൊടുത്ത് അവ കുടുംബം ഒരുമിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ശൈലയുടെ കുടുംബത്തിലുള്ളവരും ചെയ്യണം. ഇത് നമ്മളൊരാഗ്രഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഉപദേശമല്ല കേട്ടോ. കാരണം അയാളിവിടെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നീതിപൂർവ്വമുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സമ്മതിച്ചു, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യാം, ചിലവിന് എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ കൊടുക്കാം, അതിൽ കൂടുതലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മനസ്സിലായില്ലേ? അപ്പോൾ അത് ആലോചിക്കണം ലീന ആലോചിക്കുക. ലീന ജോലിക്ക് പോവോ കുഴപ്പമില്ല. ഈ 6 മാസത്തിനിടയ്ക്ക് ദൈവം നല്ല ചിന്തകൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളതുപോലെ മണിപ്രസാദും ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ പിന്നെയും സംസാരിക്കരുത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ വീട്ടിൽ അവർ വന്നതിൻ്റെ തെളിവുണ്ട്, ഇതിന് തെളിവുണ്ട്, എന്തോന്ന് തെളിവുണ്ടെന്നൊന്നും ഒരു കാര്യമില്ല ലോകത്ത്. മനസ്സിലായോ? സ്നേഹമായിട്ട് പെരുമാറുക. അതുപോലെ കുഞ്ഞുങ്ങളോടും നിങ്ങളെ ഭയമാണ് അവർക്ക്. ഇപ്പോൾ ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. അത് പോട്ടെ, അതിനെ പറ്റി നമ്മൾ സംസാരിക്കട്ടെ. എന്തായാലും നമ്മൾ അങ്ങനെ തീർക്കുകയാണ് അല്ലേ സാർ? അങ്ങനെ മണിപ്രസാദും ലീനയും ചർച്ചയ്ക്കൊടുവിൽ രണ്ടുപേരും പിരിയണം എന്നുള്ള തീരുമാനത്തിലാണ്. എങ്കിലും എന്തോ എവിടെയോ മനസ്സിലൊരു പ്രത്യാശ, 6 മാസത്തിന് ശേഷം ആ തീരുമാനം മാറ്റി അവരൊരുമിച്ച് ജീവിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും 2 പേരുടെ സ്നേഹവും സംരക്ഷണവും കിട്ടും
എന്നാഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇവരുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് ലീനയുടെ ബന്ധുക്കൾ അതിനുവേണ്ടി സഹകരിക്കുക, സഹായിക്കുക എന്നേ ഇപ്പം പറയാനുള്ളൂ. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ.